ഗുഡ്നസ് ടിവിയിലൂടെ വചനപ്രഘോഷണം ശ്രവിക്കുന്ന ഗുഡ്നസ് ടിവിയുടെ ഉയർച്ചയിലും വളർച്ചയിലും പങ്കുചേരുന്ന പ്രേക്ഷകരും മധ്യസ്ഥ പ്രാർത്ഥനക്കാരുമായ എല്ലാവർക്കും അഭിവാദനങ്ങൾ, അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ പ്രത്യേകതയുള്ള ഒരു കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവിൻ്റെ യുഗം എന്ന് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ക്രിസ്തു ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്ത് 30 വർഷത്തെ രഹസ്യ ജീവിതവും 3 വർഷത്തെ പരസ്യ ജീവിതവും കഴിഞ്ഞ് മനുഷ്യവർഗം മുഴുവൻ്റെയും പാപപരിഹാര ബലിയായി പിതാവിൻ്റെ നിശ്ചയപ്രകാരം പീഡ അനുഭവിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരുന്ന് മധ്യസ്ഥം വഹിച്ച് പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് വർഷിക്കുന്ന ഒരു ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേക കാലഘട്ടം. യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ പക്കൽ ചെന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കും. ശിഷ്യന്മാരോട് പറഞ്ഞു, അതുവരെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത്. അപ്പോസ്തല പ്രവർത്തനം 1:4-8. യോഹന്നാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമറിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങളെനിക്ക് സാക്ഷികളായിത്തീരും. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥനയിൽ വസിച്ച 12 അപ്പസ്തോലന്മാരുടെ മേലും 120ഓളം മറ്റ് ശിഷ്യരുടെ മേലും ആദ്യ പന്തക്കുസ്ത പരിശുദ്ധാത്മാഭിഷേകം അയച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സഭയെ ഉദ്ഘാടനം ചെയ്തു. പത്രോസിൻ്റെ വചനപ്രഘോഷണം കേട്ട അവരെല്ലാവരും അനുതാപത്തിലേക്ക് വന്നു. ക്രിസ്തുവിനെ ക്രൂശിച്ച പാപത്തെക്കുറിച്ച് അനുതപിച്ച് രക്ഷ പ്രാപിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് കിട്ടും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ്. ഈ ശുശ്രൂഷയിൽ 3000ഓളം പേര് തുടർ ശുശ്രൂഷയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചുവെന്ന് നാം വചനത്തിൽ വായിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 42 വരെ വായിച്ചാൽ ഇത് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ യുഗം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ജോവേൽ പ്രവാചകനിലൂടെ ദൈവം വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ വാരിക്കോരി ചൊരിയൽ ഇവിടെ ആരംഭിച്ചു. അന്ത്യനാളുകളിൽ ഇത് സംഭവിക്കും. എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. സ്വപ്നത്തിലൂടെ ദൈവം സംസാരിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും. ജോവേൽ പ്രവചനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന അന്ത്യനാളുകളിലൂടെ നാം കടന്നു പോവുകയാണ്.
ഈ അന്ത്യനാളുകൾക്ക് വേണ്ടി നമ്മൾ എങ്ങനെ ഒരുങ്ങണം, തിരുസഭയെ എങ്ങനെ ഒരുക്കണം, നാനാജാതി മതസ്ഥരായ അനേകായിരം അനേക ലക്ഷം ജനകോടികളെ എങ്ങനെ നമ്മൾ ഒരുക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരയണമേ, ജനകോടികളുടെ മേൽ എഴുന്നള്ളി വരയണമേ. വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയും മേൽ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരയണമേ. ആന്തരികമായ സമാധാനവും സന്തോഷവും സ്നേഹവും അവരിൽ നിറയ്ക്കണമേ. കുടുംബ തകർച്ചകൾ, വ്യക്തിബന്ധ തകർച്ചകൾ നീക്കം ചെയ്യണമേ. ആന്തരിക സൗഖ്യം നൽകണമേ. ദൈവ സ്നേഹ അനുഭവം നൽകണമേ. ക്ഷമിക്കുന്ന സ്നേഹം നൽകണമേ. പരിശുദ്ധാത്മാവേ, ആയിരങ്ങളുടെ മേൽ, പതിനായിരങ്ങളുടെ മേൽ, ജനലക്ഷങ്ങളുടെ മേൽ എഴുന്നള്ളി വന്ന് മനോദുഃഖങ്ങൾ നീക്കി സ്വാർത്ഥത പിഴുതുമാറ്റി ദൈവിക ജ്ഞാനം നിറച്ച് ആത്മീയ രൂപാന്തരീകരണം വരുത്തണമേ. 12 അപ്പസ്തോലന്മാരിലും ആദിമസഭയിലും വരുത്തിയ മാറ്റം ഇന്നത്തെ സഭയിൽ വിശ്വാസികളിൽ, ആത്മീയ ഗുരുക്കന്മാരിൽ, സന്യസ്തരിൽ, വൈദികരിൽ എല്ലാവരിലും പരിശുദ്ധാത്മാവിൻ്റെ വാരിക്കോരി ചൊരിയൽ, ദി ഔട്ട് പോറിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നൽകണമേ. ഹല്ലേലൂയ. ദൈവവചനം അനേകർക്ക് പങ്കിട്ട് കൊടുക്കുവാൻ വചന ശുശ്രൂഷകരെ, വചന പ്രേക്ഷിതരെ, വചന പ്രഘോഷകരെ ഒരുക്കണമേ. 5 വൻകരകളിലും, എല്ലാ രാജ്യങ്ങളിലും, എല്ലാ സന്യാസഭകളിലും, എല്ലാ രൂപതകളിലും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ശുശ്രൂഷകളുടെ നിര ഉയർത്തണമേ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.